ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് യോഗ്യതയില്ല. നിർണായക മത്സരത്തിൽ ജംഷഡ്പൂർ എഫ്സിയോട് സമനില വഴങ്ങി. ആദ്യ പകുതിയിൽ കോറോയിലൂടെ ലീഡെടുത്തിൽ ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയായത് ഡ്രിൻസിച്ചിന്റെ സെൽഫ് ഗോളാണ്. കൊച്ചിയിൽ നിന്ന് അനിൽ വാസ്തു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അങ്ങനെ ISL 11ാം സീസണും കേരള ബ്ലാസ്റ്റേഴ്സിന് നിരാശയുടേതായി മാറുകയാണ്. ഇത്തവണ കപ്പില്ലെന്ന് മാത്രമല്ല, പ്ലേ ഓഫിന് കൂടി യോഗ്യതയില്ലാതെ മടങ്ങുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഇന്നത്തെ നിർണായക മത്സരത്തിൽ ജയം അനിവാര്യമായിരുന്നു. എന്നാൽ സമനിലയിൽ കുരുങ്ങി, അതും ഡ്രിൻസിച്ചിൻ്റെ ഒരു സെൽഫ് ഗോളിൽ 1-1 എന്ന സ്കോറിന് ജംഷഡ്പൂരിനോട് സമനില വഴങ്ങി കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്താവുകയാണ്. ഇത്തവണ പ്ലേ ഓഫിലേക്ക് പോലും കടക്കാനാവാതെ, കഴിഞ്ഞ 3 സീസണിലും പ്ലേ ഓഫിലേക്ക് കടന്ന ടീമാണ്. ഇത്തവണ അതുപോലും ഇല്ലാത്തതെന്നുള്ളത് ദുരന്തം പൂർണ്ണമാക്കുകയാണ്. ഇനി ശേഷിക്കുന്ന 2 മത്സരങ്ങളാണ്. ആ 2-ൽ ജയിച്ചാൽ പോലും ഒരു സാധ്യതകളുമില്ല. 22 മത്സരങ്ങളിൽ നിന്ന് 25 പോയിൻ്റാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സമ്പാദ്യം. എന്തായാലും നിരാശയിലാണ് ആരാധകർ, വലിയ സങ്കടത്തിലെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ജേഴ്സിയൊക്കെ ഇട്ട് വന്ന് ഇന്ന് തകർക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്, പക്ഷെ അതുണ്ടായില്ല. ആദ്യത്തെ ഗോൾ അടിച്ചപ്പോൾ ഭയങ്കര പ്രതീക്ഷയായിരുന്നു. രണ്ടാമത്തെ ഓൺ ഗോൾ വീണപ്പോൾ എല്ലാം പോയി. അടുത്ത അവിടെ പിടിക്കും. ഇത് കുറേ കാലമായി മറ്റൊരു നിരാശപ്പെടുത്തുന്ന സീസൺ. അതെ, സ്വാഭാവികം, പറയാനൊന്നുമില്ല. സെയിം മാനേജറൊന്നും പറയാനില്ല. 2 പ്ലേയേഴ്സാണ് 9 വയസ്സ് പോയി നമ്മുടെ ടീമിൽ. 2 വയസ്സൊന്നും കേട്ടില്ല, ആകെ 2 പ്ലേയേഴ്സ് വന്നുള്ളൂ. 9 വയസ്സാണ് പോയത് നമ്മുടെ ടീമിൽ നിന്ന്. ഇത്ര ഒരു മാറ്റമില്ല, എന്ത് പറയാൻ നമുക്ക്. പിന്നെ റെഫറി, അത് പിന്നെ പണ്ടത്തെ പോലെ ഒരു മാറ്റവും ഇല്ല ഇപ്പോഴും തന്നെ. അടുത്ത 2 കളിയുണ്ട്, ഞാൻ അതൊക്കെ കാണുമോ? കളി കണ്ടിരിക്കും. KBFC മാനേജ്മെന്റ് മൊത്തം കളിക്കാര് നല്ലതാണ്, പക്ഷെ നമ്മുടെ മാനേജ്മെന്റ് ഏറ്റവും നല്ല ടീം FC ഗോവ. അടുത്ത കളി പിടിക്കാം. ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാ പ്രതിഷേധവും മാനേജ്മെന്റിനെ തന്നെയാണ്. ഇത്തവണ നല്ല സൈനിങ്ങുകൾ ഉണ്ടായില്ല, പ്രത്യേകിച്ച് ഇന്ത്യൻ പ്ലെയേഴ്സിന് പോയതിനൊക്കെ തന്നെ പ്രോപ്പർ അത്തരം സൈനിങ്ങുകൾ ഉണ്ടായില്ല എന്നുള്ള നിരാശയുണ്ട്. മാനേജ്മെൻറ്റ് മാറണം, ആ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ അത്തരം വിമർശനങ്ങൾ തന്നെയാണ്, പ്രതിഷേധങ്ങൾ തന്നെയാണ് ആരാധകരിൽ നിന്നുണ്ടാകുന്നത്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ 11ാം സീസണിലും കപ്പടിക്കലും കലിപ്പടക്കലും ഒന്നുമില്ല. ഇനി പതിവ് പോലെ അടുത്ത കൊല്ലം കാണാമെന്ന അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്. കാണാം അടുത്ത സീസണിലെങ്കിലും ബ്ലാസ്റ്റേഴ്സ് എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളത്. ആരാധകർ ഒരുപക്ഷെ മുൻകാലങ്ങളെക്കാൾ ഏറ്റവും നിരാശരായി ഇത്തവണ സ്റ്റേഡിയത്തിലേക്ക് വരാത്ത അവസ്ഥ പോലും ആയിരുന്നു. ഇന്നെല്ലാം എണ്ണിപ്പെറുക്കിയാൽ ഒരു 1000-ഓ 1500-ഓ മാത്രം ആരാധകരായിരുന്നു സ്റ്റേഡിയത്തിലുണ്ടായിരുന്നത്. നിരാശ അല്ലെങ്കിൽ ആ തകർച്ച കാണാൻ കൂടുതൽ ആരാധകർ എത്തിയില്ല. ബ്ലാസ്റ്റേഴ്സ് മാറുമെന്ന് പ്രതീക്ഷിക്കാം. കപ്പടിക്കലും കലിപ്പടക്കലും ഇനി അടുത്ത സീസണിൽ. കൊച്ചിയിൽ നിന്ന് അനൂപിനൊപ്പം അനിൽ വാസുദേവ്, 24.